മുംബൈ നഗരം വിഷുവിനെ വരവേൽക്കാൻ ഒരുങ്ങുമ്പോൾ വിഷു സ്മരണകൾ പങ്കിടുകയാണ് 6 പതിറ്റാണ്ടോളമായി നഗരത്തിൽ വസിക്കുന്ന 87 വയസ്സ് പിന്നിടുന്ന ഒരു മുത്തശ്ശി. മഹാനഗരത്തിൽ ജീവിക്കുമ്പോഴും ജന്മനാടിന്റെ സംസ്കാരവും പൈതൃകവും പകർന്നു നൽകിയാണ് ഈ മലയാളി കുടുംബം ആഘോഷങ്ങളെ അവിസ്മരണീയമാക്കുന്നത്. ഒരു വിഷുക്കാലം കൂടി കടന്നു വരുമ്പോൾ മുംബൈയിൽ 6 പതിറ്റാണ്ട് പൂർത്തിയാക്കുന്ന സിമന്തിനി അമ്മയോട് നമുക്ക് വിശേഷങ്ങൾ അറിയാം. അമ്മ എത്ര വർഷം? 60 വർഷം പൂർത്തിയാകാൻ പോവുകയാണ് മുംബൈയിൽ വന്നത്. 1967 മുംബൈയിൽ വന്നത് അല്ലേ? എന്തൊക്കെയുണ്ട് ഒരു വിഷു ഓർമ്മകൾ? എന്തൊക്കെയുണ്ട്? വിഷു വരെയാണ്. അപ്പോൾ 2 ദിവസം വിഷു ഞങ്ങൾ എല്ലാ കൊല്ലവും ഇതുപോലെ വിഷു ആഘോഷിക്കും. ഒരു കൊല്ലം അങ്ങനെ മുടങ്ങിയിട്ടില്ല വേറെ കാര്യത്തിലും. എല്ലാവരും വരും. ഒരു 60 വർഷം മുമ്പ് നാട്ടിൽ ആഘോഷിച്ച വിഷു ഒക്കെ ഓർമ്മയുണ്ടാവും? കുറച്ചൊക്കെ ഓർമ്മയുണ്ട്. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവും ബോംബെയിലെ വിഷു നാട്ടിലെ വിഷു? വ്യത്യാസമുണ്ട്. അവിടെയൊക്കെ എത്രയാണ് നമുക്ക് അന്നൊക്കെ തുണികളൊക്കെ കിട്ടാനൊക്കെ ബുദ്ധിമുട്ടല്ലായിരുന്നു. ഇവിടെ ഇപ്പം ഞങ്ങൾക്കിടെ പൈസ ഉള്ളവരുണ്ട്, എല്ലാവർക്കും നിറയെ തുണികളും അതും ഡ്രസ്സുകൾ പിള്ളേർക്ക് കൊടുക്കാനും ഒക്കെ. അന്നൊന്നും ഇത്ര സമ്പന്ന കാലമായിരുന്നില്ല അല്ല. എന്നാലും അമ്മ ഞങ്ങൾക്ക് വിഷുവിനെന്നും പറഞ്ഞ് പുതിയ ഡ്രസ്സ് വാങ്ങിച്ചായിരുന്നു. വിഷു കഴിഞ്ഞിട്ടൊക്കെ കിട്ടിയ ഓർമ്മ അതൊക്കെ സൂക്ഷിച്ച് വെച്ച് ചിലപ്പോൾ പടക്കം മേടിക്കും. പിന്നെ എന്തൊക്കെയാണ് വീട്ടിൽ വേറെ എന്തൊക്കെ ആഘോഷങ്ങളാണ് ചെയ്യുന്നത്? ബന്ധുക്കളൊക്കെ വീട്ടിലെത്തി അങ്ങനെയാണോ ആഘോഷങ്ങൾ? റിലേഷൻസ് ഒക്കെ തൊട്ടടുത്ത് തന്നെ. എവിടെയാണ്? മാളയിൽ കുണ്ടൂരാണ് വീട്. കുണ്ടൂര് ആ പുഴയുടെ തൊട്ടടുത്ത വീട് 3 ഞങ്ങളുടെതാ. ഓ അത് ശരി. വലിയ പഠിച്ചതൊക്കെ എവിടെയാ? താണിശ്ശേരിയിലും അരിയാണിക്കുളം സ്കൂളിലാണ് അല്ലേ? ആ സ്കൂളിലൊക്കെ പിന്നീട് പോയിട്ടുണ്ടോ? ഒരു പ്രാവശ്യം പോയിട്ടുണ്ട്. പക്ഷെ അവിടെ ചെന്നപ്പോ ആരും നമ്മൾ അറിയുന്നവരില്ല. അവിടെ ഒരു വലിയ മദർ ഉണ്ടായിരുന്നു, സിസ്റ്റർ മദർ. ടൈമിന് ഫീസ് കൊടുക്കാൻ പറ്റില്ല എന്ന് വെച്ചാലും അവർ ഒന്നും പറയാറില്ല, പിന്നെ കൊണ്ട് കൊടുക്കും. അങ്ങനെയൊക്കെ ഞങ്ങൾ മുംബൈയിൽ എല്ലാ വർഷവും വിഷു ആഘോഷിക്കാറുണ്ടോ? എല്ലാ വർഷവും ആഘോഷിക്കാറുണ്ട്. ഈ വിഷു കേക്ക് നീട്ടം കൊടുക്കലും കണി കാണലും എല്ലാം ഇവിടെ ആഘോഷിക്കുന്നുണ്ട് അല്ലേ? എനിക്ക് പ്രായമായി പിന്നെ എൻ്റെ മോൾ ഇതൊക്കെ ചെയ്യാറുണ്ട്. ഇവിടെ ജോലി ഉണ്ടായിരുന്നോ? സെൻട്രൽ ഗവൺമെന്റ് ഡിസ്പെൻസറി സയൻകോളിവാട ജോലി ഉണ്ടായിരുന്നു. എത്ര വർഷം ജോലി ഉണ്ടായിരുന്നു അവിടെ? എനിക്ക് 60 വയസ്സ് വരെ ജോലി ഉണ്ടായിരുന്നു. അപ്പൊ ഇനിയിപ്പോ വിഷു വന്നു, ഇനി വീണ്ടും ഒരു ആഘോഷം കൂടി വരും. എന്തൊക്കെയാണ് ഇത്തവണ തയ്യാറെടുപ്പുകളുള്ളത്? ഒക്കെ മേടിച്ചു വെച്ചിട്ടുണ്ട്. മക്കളെല്ലാം ചെയ്തോളൂ അല്ലേ? സുധ ചെയ്തോളൂ. സുധ പുതിയ തലമുറയിലുണ്ട്. ഇവിടെയാണ് ജനിച്ചു വളർന്നത് അല്ലേ? എന്നാലും വിഷു ഒക്കെ നന്നായിട്ട് ആഘോഷിക്കുന്നുണ്ട്. എല്ലാ കൊല്ലം ആഘോഷിക്കും. പിന്നെ മമ്മി എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട് എങ്ങനെയൊക്കെ ചെയ്യണ്ടേ, പൂജ ചെയ്യാനും. പിന്നെ രാത്രി തന്നെ ഞങ്ങൾ അടയൊക്കെ ഉണ്ടാക്കി വെക്കും, പഴം പുഴുങ്ങി വെക്കും. കാലത്ത് ഞങ്ങൾ വേഗം വിഷുക്കണിക്ക് മമ്മി തന്നെ എണീക്കണം ആദ്യം തന്നെ. എന്നിട്ട് പിന്നെ ഞങ്ങളെയൊക്കെ കണ്ണ് പൊത്തിച്ചിട്ട് ഞങ്ങളൊക്കെ വന്ന് ഓരോരുത്തരെ വിളിച്ച് കൊടുന്നിട്ട് ഞങ്ങളെ കാണിക്കും 4 മണിക്ക്. അതേ തന്നെ. ആദ്യം ഡാഡി ആയിരുന്നു. ഡാഡി മരിച്ചതിന് ശേഷം അമ്മ അതൊക്കെ ഏറ്റെടുത്തു. അതന്നെ ചെയ്ത് കൊടുക്കണം. ഞാൻ എൻ്റെ കുട്ടികൾ ഉറങ്ങാണിച്ച് അവരെ വിളിച്ച് ഞാൻ എടുത്തിട്ട് ഞാൻ കൊണ്ടുപോകാറ്. ഇപ്പം അമ്മ ഉള്ളതുകൊണ്ട് അമ്മ ചെയ്യാറ്. നാട്ടിൽ പോകാറുണ്ടോ? എല്ലാ കൊല്ലവും. പിന്നെ ഇതൊക്കെ ഉണ്ട് നാട്ടിൽ. വിപുലമായ രീതിയിൽ ജന്മനാടിന്റെ സംസ്കാരവും പൈതൃകവും നെഞ്ചിലേറ്റി ആഘോഷിക്കുന്നവരാണ് ഇവരെല്ലാം. പ്രേംലാൽ, കൈലി ന്യൂസ്, മുംബൈ.